ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡിജിപി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി മെയ് 29-നായിരിക്കും വീണ്ടും സമ്മേളിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കാനുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4ാം ബറ്റാലിയനിലെ 33 അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ G പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തിളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75,154ലും നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23,636ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.